ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കായിട്ടുള്ള ഒരു കറിയാണ്. ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബേബി പൊട്ടറ്റോ വെച്ചിട്ടുള്ള ദം ആലു കറിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളക്കിഴങ്ങ് കിട്ടിയപ്പോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. വലിയ ഉരുളക്കിഴങ്ങ് കൊണ്ടും കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിലിട്ടു. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒപ്പം നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കൊടുക്കുക കേട്ടോ. ആദ്യം വിസിലൊന്നും ആവാൻ പാടില്ല, ഒറ്റ വിസിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി, കുറച്ച് എന്താ പറയുക അണ്ടിപ്പരിപ്പ്, ഒരു 5-8 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചു. ഒരു 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ്, ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് അരയ്ക്കാം. അപ്പോൾ ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കർ തുറന്ന് നമ്മുടെ ഉരുളൻകിഴങ്ങും തണുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളയുക നന്നായിട്ട്. അതിന് ശേഷം നമ്മൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ പപ്പടക്കോലോ ഒന്നുമില്ലെങ്കിൽ ഈർക്കിലിയായാലും സാരില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കുക. പതുക്കെ പതുക്കെ എല്ലായിടത്തും കുത്തി കുത്തി മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഉരുളൻകിഴങ്ങും ചെയ്യണം. അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച് ഉരുളൻകിഴങ്ങുണ്ടല്ലോ അതൊന്ന് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് വാങ്ങിയെടുക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ്. പട്ട ഇട്ടതിന് ശേഷം അതിലേക്ക് 2-3 കരയാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം പൊട്ടിയതിന് ശേഷം ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്ന് നല്ലോണം ഇളക്കുക. ഒന്ന് ജീരകം മൂക്കുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ് ഇവ ചേർത്ത് അരച്ചതാണ്. അതൊന്ന് നന്നായിട്ട് മൂക്കുന്നവരെ നല്ലോണം വഴറ്റുക. അതിന് ശേഷം നല്ലൊരു കളർ വരുമല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. രണ്ടാമത് പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് 1/4 ടീസ്പൂൺ. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മസാല നന്നായി മൂക്കുന്നവരെ നല്ലോണം ഇളക്കണം കേട്ടോ. അടി പിടിക്കാണ്ട് നോക്കണം. നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര്. ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം 3-4 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി ഒരു 5 മിനിറ്റോളം നല്ലോണം ഇളക്കി തീ മീഡിയത്തിൽ വെക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആ മസാല നല്ലോണം മൂക്കുന്നവരെ നല്ലോണം ഇളക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ വഴറ്റി വെച്ച് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കുക. ഉരുളൻകിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. നമ്മൾ ഒരു പ്രാവശ്യം വിസിലടിച്ചു, പിന്നെ ഒന്ന് വഴറ്റുകയും ചെയ്തുല്ലോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചോളൂ കേട്ടോ. ചൂടുവെള്ളമാണ് നമ്മൾ ഗ്രേവിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലോണം ഇളക്കി ഇനി ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് തിളയ്ക്കുമ്പോൾ നല്ലോണം കുറുകും ഈ കൂട്ടാനേ. എന്താ വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക മസാലയൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ചേർക്കാത്തത് ഉപ്പാണ്. നമ്മൾ ആ സവോളയിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. നല്ലോണം മസാല ഉരുളൻകിഴങ്ങിൽ പിടിക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറി അടച്ച് വെച്ചു. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ദം ആലു നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം.
നല്ലോണം കുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വറ്റിച്ചാൽ മതി കറി കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ചതാ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മല്ലിയില വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്തോളൂ. നമ്മുടെ കറി തയ്യാറായി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ വലിയ ഉരുളൻകിഴങ്ങ് കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. മുറിച്ചൊരു 4 കഷ്ണമാക്കിയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ്സ് എഴുതണം കേട്ടോ. എല്ലാവർക്കും ഒന്നും കൂടി പുതുവത്സര ആശംസകൾ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക്